പണ്ട് വിജയമാഷ് മനോഹരമായിട്ട് പറയുന്നുണ്ട്, കാൽമടമ്പിൽ അമ്പുകൊണ്ട് മരിച്ചത് ശ്രീകൃഷ്ണൻ മാത്രമല്ല, കാൽമടമ്പിൽ അമ്പുകൊണ്ട് മരിച്ച ഒരു നായകൻ ഗ്രീക്ക് പുരാണത്തിലുണ്ട്, അയാളുടെ പേര് അക്കിലസ് എന്നാണ്. ഉച്ചവരെ കല്ലുരുട്ടി മുകളിലേക്ക് കയറ്റിയിട്ട് ഉച്ചയ്ക്ക് അത് താഴേക്ക് ഉരുട്ടിക്കളയുന്ന ഒരു ഭ്രാന്തൻ പ്രാചീന ഗ്രീസിലുണ്ട്, അയാളുടെ പേര് സിസിഫിസ് എന്നാണ്. മകനെ ഉളിയെറിഞ്ഞു കൊല്ലുന്ന ഒരു തച്ചൻ യവന പുരാണത്തിലും ഉണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറയും, ഐതിഹ്യങ്ങളുടെ തോണിയിൽ കയറി സഞ്ചരിച്ചാൽ അത് നിങ്ങളുടെ കടവിൽ അടുക്കുന്നതിന് മുമ്പ് എത്രയോ കടവുകളിൽ അടുത്തിരുന്നു എന്ന് കാണാൻ കഴിയും. ഒരു ജനതയ്ക്കും അവരുടേത് മാത്രമായ ഒരു പാരമ്പര്യവുമില്ല. എന്ന് കേട്ടാൽ ഇന്ന് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചും അവരെല്ലാം വർഗീയവാദികളാവണമെന്നില്ല. ടിപ്പു സുൽത്താൻ എന്ന് കേട്ടാൽ മഹാഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചും ഹിന്ദു ദേവാലയങ്ങളെ കൊള്ളയടിക്കുകയും ഹിന്ദുക്കളെ മതം മാറ്റുകയും ചെയ്ത മതഭ്രാന്തനാണ് എന്ന പരിവേഷമാണുള്ളത്. പഴശ്ശി രാജാവ് എന്ന് കേട്ടാലോ? പഴശ്ശി രാജാവ് എന്ന് കേട്ടാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ ധീരോദാത്തമായ സമരം നടത്തിയ പോരാളിയാണ്. ഞാൻ ആ സമരത്തെ മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ടിപ്പു ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ടിപ്പുവിനെതിരെ കമ്പനിയോടൊപ്പം ചേർന്ന് ടിപ്പുവിനെതിരെ യുദ്ധം ചെയ്ത ആളായിരുന്നു പഴശ്ശി. കമ്പനി അല്ലായിരുന്നു പഴശ്ശിയുടെ പ്രശ്നം. കമ്പനിയാണ് പ്രശ്നം എന്ന് കരുതി ഒരൊറ്റ പോരാളി അന്ന് ഇന്ത്യയിലുള്ളൂ, അയാളുടെ പേര് ടിപ്പു സുൽത്താനാണ്. ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ ഒരു കാരണവശാലും ഒത്തുതീർപ്പിന് തയ്യാറാവാതെ തുടക്കം മുതൽ അവസാനം വരെ ബ്രിട്ടീഷ് വിരുദ്ധമായി പടപൊരുതിയ ഒരാളായിരുന്നു ടിപ്പു എന്ന കാര്യം ഇന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ?